കമന്റ്സ് വരുന്നുണ്ട്. കമന്റ്സ് ഇല്ലാതെ ഞാൻ പറയുന്ന ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടിയും കൂടുതൽ വരുന്നത് ഫേസ്ബുക്കില് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോ നോർമലി ചെറിയ ചെറിയ തെറികളൊക്കെ ആയിരിക്കും. ഫേസ്ബുക്കിൽ എന്ന് പറയുമ്പോ പിന്നെ കൊടുങ്ങല്ലൂര് വേറൊരു ഡിസ്ട്രിക്ട്, കൊടുങ്ങല്ലൂരിന്റെ വേറൊരു ഡിസ്ട്രിക്ട് ആയിരിക്കും ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന തെറി. ഫേസ്ബുക്കിൽ അമ്മാവന്മാരും അമ്മായികളെ ഈ മറ്റേ പ്രാവൊക്കെ ഇടുന്നവരില്ലേ, ഐറ്റംസ് ആണ് മുഴുവനും തെറി കമന്റ് പറഞ്ഞ ചെറുതൊന്നല്ല, ചെറിയ വലിയ വൻ തെറി പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ അല്ല, നമ്മളെക്കാളും നമ്മളെ അറിയുന്നത് അവരൊക്കെയാണ്. അവരുടെ വർത്താനമൊക്കെ കേട്ടാ എനിക്കറിയത്തില്ല ഇത് ഏത് നിലയ്ക്ക് പോകുന്നു. അല്ല പിന്നെ ഫേസ്ബുക്കിനേക്കാളും ബെറ്റർ ഇൻസ്റ്റാ ആണെന്ന് സത്യം. എനിക്ക് ഇൻസ്റ്റയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് തരത്തില്ല, ഒന്നാമത്തെ കാര്യം. കാരണം വളരെ ഇൻസ്റ്റാ യൂസ് ചെയ്യുന്നവർ എനിക്ക് 95% വിവരമുള്ളവരാണ്. അതുകൊണ്ടായിരിക്കും ആ 5% ആണ് ഈ ഇട്ടി കുത്തുന്നത്. വൻ തെറി, ചെറിയ തെറിയൊന്നല്ല. ഈ കമന്റ്സുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? കമന്റുകളൊക്കെ ചില കമന്റ്സ് ഒക്കെ ഇത്തിരി നമുക്ക് തന്നെ തോന്നും എന്തിനു ഇത്രയും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളടക്കം പല രീതിക്ക് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ കാണാത്ത കാര്യങ്ങളാണ് ഇവർ ഒരുപാട്. അത് സാരമില്ല. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, ഇതിൽ ഈ പറയുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ പെർഫെക്റ്റ് ഉണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ? നമ്മളിപ്പോ ഇതിൽ പല ആൾക്കാരും ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എല്ലാ ആൾക്കാർക്കും സൗന്ദര്യം വാരിക്കോരി ആർക്കും കിട്ടിയിട്ടില്ല. ഒരാൾക്കും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആളുടെ ശരീരത്തിൽ എന്തായാലും ഉണ്ടാവും. ആള് ശരീരം ഉണ്ടെന്നല്ല പറഞ്ഞത്. ഓരോ ആൾക്കാര് ഓരോ തരത്തിലും. അത് ഇപ്പൊ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യം ഒരു ഇതിനും ഇല്ല. ഞാൻ ചില കമന്റ് ചെയ്യണം, പാറ്റ, പല്ലി, സത്യം വരാറുള്ളതാണ്. സത്യമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫസ്റ്റത്തെ ആൽബത്തിലുള്ള ആളല്ല ഇപ്പോഴുള്ള ആള്. വരുന്നുണ്ട്. റെഡ് ഡ്രസ് ഇട്ടിട്ട് സാരി, സാരിയാണ് ലഹങ്കയാണ്? റെഡ് സാരി അല്ലേ? രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ലഹങ്ക ഇട്ടൊരു ബ്ലൗസ് ഇടാതെ ബ്രാലെസ് ബ്ലൗസ് അങ്ങനെ എന്തോ അതിന്റെ പേര് എനിക്ക് അങ്ങനെ. അത് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ചേച്ചിന്റെ പേര് ആതിര എന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത ചേച്ചി, സൂപ്പർ. അതാണ് ആ ഒരു കോസ്റ്റ്യൂമിലും ആ ഒരു ഫോട്ടോഷൂട്ട് അടിപൊളിയായി തോന്നിയത്. വർക്കാണോ? 9, 10, 11 മറ്റേ ആയിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മൾ എണ്ണിയൊന്നുമില്ല. മൂവി കൂടാതെ ഉള്ള ഈ വർക്കുകൾ എന്നെ ബോഡി ഷേമിങ്. അത് ഞാൻ പറയാൻ വന്നത്, ഞാൻ എന്താ പല്ലി, എലി, ഇതൊന്നും എനിക്ക് ചുണ്ടലി വന്നു അതൊക്കെ എനിക്ക് വിഷയമില്ല. കാരണം അതൊക്കെ നമ്മുടെ ജീവികൾ, മനുഷ്യരും ഒരു ഭൂമിയിലെ ജീവിയാണ്. അതുപോലെ ഈ മിണ്ടാപ്രാണികളും ജീവിയാണ്. നമ്മളെ വെച്ചിട്ട് അത് വെച്ച് എനിക്ക് വിഷയമല്ല. ഞാൻ സ്വയം ആശ്വസിക്കാൻ പറയുന്നെന്ന് നിങ്ങൾ ഓർക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം പല്ലിക്ക് എന്റെ അത്രയും ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞാൽ പല്ലി അത് ജാട എടുത്ത് നടന്നോട്ടെ. പല്ലിക്ക് എന്റെ അത്ര രേണുസുതിയെ പോലെ പല്ലി ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ പല്ലി ജാട എടുക്കട്ടെ എന്നേ.